മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരൻ ഗോവിന്ദസ്വാമി ചാടിപ്പോയ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. നിലവിൽ പോലീസ് അന്വേഷണവും വകുപ്പുതല പരിശോധനകളും നടക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് പ്രത്യേകമായ സമഗ്ര അന്വേഷണം. മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഏതായാലും ഇന്നലത്തെ ഗോവിന്ദസ്വാമിയുടെ ചാട്ടത്തെ തുടർന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പ്രത്യേക യോഗം, അതിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന്, ഈ 5 വർഷത്തിൽ കൂടുതൽ ഒരേ സ്ഥലത്ത് ഒരു തടവുകാരനും തുടരേണ്ട സാഹചര്യമില്ല. ഓരോ സ്ഥലത്തും 5 വർഷം പൂർത്തിയായവരെ മറ്റു സ്ഥലത്തേക്ക് ജയിലിലേക്ക് മാറ്റും. പിന്നീട് മറ്റു പ്രധാനപ്പെട്ട നിർദ്ദേശം മനസ്സിലാക്കാൻ കഴിയുന്നത്, പുതിയ ഒരു സെൻട്രൽ ജയിൽ കൂടി ആരംഭിക്കാൻ തീരുമാനമെടുത്തു ഇന്നത്തെ യോഗത്തിൽ. എന്താണ് യോഗത്തിൻ്റെ മറ്റ് വിവരങ്ങൾ കൂടി, തീരുമാനങ്ങൾ? തീർച്ചയായും സിജു, ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഗോവിന്ദസ്വാമി ജയിലിൽ നിന്നും ചാടിപ്പോയത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരുന്നു ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട. ആ യോഗത്തിലാണ് ഈ നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ സംഭവത്തെക്കുറിച്ചുള്ള ഒരു സമഗ്ര അന്വേഷണത്തിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. വകുപ്പ് തല പരിശോധനകളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് പുറമെ ആയിരിക്കും ഈ പ്രത്യേകമായിട്ടുള്ള സമഗ്രമായ അന്വേഷണം നടക്കുക. അതിൽ മുൻ കേരള ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള റിട്ടയർഡ് CN രാമചന്ദ്രൻ നായരും അതോടൊപ്പം തന്നെ മുൻ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ജേക്കബ് പുന്നൂസും എന്നിവരാണ് ഈ പ്രത്യേക അന്വേഷണം നടത്തുക എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഈ യോഗത്തിൽ ധാരണയിൽ എത്തിയിരിക്കുന്നത്. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായത് അത്യന്തം ഗൗരവമുള്ളതും വിശദമായ പരിശോധന നടത്തി നടപടി സ്വീകരിക്കേണ്ടതുമായിട്ടുള്ള സംഭവമാണ് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞത്. അടുത്ത 3 മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണം എന്നുള്ള തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജൻസ് CCTV 4 പ്രധാന ജയിലുകളിലും സ്ഥാപിക്കാനും നിലവിൽ തീരുമാനമായിട്ടുണ്ട്. ഇതിനുള്ള നടപടികൾ അടിയന്തരമായി തുടങ്ങാനുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. മറ്റു തീരുമാനങ്ങൾ ഇവയാണ്. ഒന്ന്, ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്നത് കണക്കിലെടുത്ത് അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് നേരത്തെ പറഞ്ഞതിനകത്ത് ചെറിയൊരു പിഴവ് വന്നതാണ്. അതായത് ഈ ജീവനക്കാരാണ്, ജയിൽ ജീവനക്കാരെയാണ് 5 വർഷത്തിലധികമായ അവരെ സ്ഥലം മാറ്റും. തടവുകാർ എവിടെയാണ് തുടരുന്നത് അങ്ങനെ തന്നെ തുടരും, അങ്ങനെയാണല്ലേ? തീർച്ചയായും.